ഹേ ഗായ്സ്, എൻ്റെ ഫ്രണ്ട് ഹരിയുടെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്, ഭയങ്കര ചെറിയ വ്ളോഗാണ് കേട്ടോ. നീളം വേണ്ട നിന്റെ കൂടെ നിൽക്കാൻ. ഇങ്ങനെയാണ് ഞങ്ങൾ കുടുംബമുള്ള സംസാരമൊക്കെ. ഞാൻ വെച്ചത് കട്ട് ചെയ്യണമെന്ന് ആലോചിച്ചു, പിന്നെ ഞാൻ വെച്ച് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതൊക്കെയല്ല ഒരു രസം. അപ്പോൾ ഹരി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. എൻ്റെ എൻഗേജ്മെൻറ്റിന് അടുത്ത ദിവസമായിരുന്നു അവൻ്റെ കല്യാണം. അപ്പോൾ ചെക്കനെ വിളിച്ച് കയറ്റുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പെൺകുട്ടിയുടെ മാമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൊല്ലം സൈഡൊക്കെ ഇങ്ങനെയാണ്, ബാക്കിയുള്ള ജില്ലയിലൊക്കെ ഇങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവന്മാർ രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞ് നേരത്തെ റെഡിയായി വരണം. അതുകൊണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ ചെന്നു. ചെക്കൻ എന്തോ കയറുന്ന ടൈമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനെ അറേഞ്ച് ചെയ്തൊക്കെ നിന്നിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം അവനെയും കൊണ്ട് അകത്തേക്ക് പോയി കേട്ടോ. ഞങ്ങളത് വെളിയിലൊക്കെ നിന്ന് കുറേ നേരം കഴിഞ്ഞാണ് ഞങ്ങൾ അകത്തേക്കൊക്കെ കയറിയത്. കാരണം വെച്ചാൽ അകത്ത് പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടുകാർ കുറച്ചുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇതിനകത്ത് നിന്നപ്പോൾ അവനെ നിർത്തി ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു അവിടെ. ഞങ്ങളന്ന് ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചു കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് വായി നോക്കലായിരുന്നു പരിപാടി. ഇടയ്ക്ക് ഞങ്ങൾ പെണ്ണിനെ ഒന്ന് പോയി കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ഹരിയുടെ റിലേറ്റീവ്സൊക്കെ ഒരുവിധം ഒരേ കളർ രീതിയിലായിരുന്നു. കുട്ടികളൊക്കെ പാവാട ഉടുപ്പും അങ്ങനെയൊക്കെ, ചേച്ചിമാരൊക്കെ സാരി. പക്ഷെ രസമുണ്ടായിരുന്നു. അവരൊക്കെ ഒരേ രീതിയിലായിരുന്നു ഇട്ടത്. പിന്നെ ഹരിയുടെ അനിയത്തിയുടെ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. ആ കുട്ടീനെ കാണിച്ചു തരാം. ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ തൊഴുത് കാണിച്ചില്ല, അതിലുണ്ട്. ആ ലാസ്റ്റ് നിൽക്കുന്നില്ല, ആ കുട്ടിയാണ് ഗൗരി, ഹരിയുടെ അനിയത്തി. അവളുടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ശേഷം നമ്മുടെ ബ്രൈഡ് വന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളൊരു 9:30 ആയപ്പോൾ ഓഡിറ്റോറിയത്തിലെത്തി. 11:45 എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. 11:45 12:10 എന്തോ ആയിരുന്നു മുഹൂർത്തം. അപ്പോൾ അവൾ വന്നിട്ടുണ്ട്. ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവളെ. പക്ഷേ അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അവൾ വന്നിരുന്നു. ഇപ്പോൾ അവിടെ നടക്കുന്നത് താലികെട്ടാണ് ഗൈസ്. പക്ഷെ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ഫോണിൽ നോക്കിയിട്ട് എനിക്കൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ അല്ലാതെ ആഡ് ചെയ്യാം കേട്ടോ. ശ്രീദേവ് എടുത്തൊരു വീഡിയോ ഉണ്ട്. ഇവരുടെ ലവ് മാരേജ് ആയിരുന്നു കേട്ടോ. ഇവർ സ്കൂളിൽ ഒരു ക്ലാസ്സിലല്ല, ഇവർ സീനിയറും ജൂനിയറും ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണിത്. അതിനുശേഷം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ പോകുന്നത് ഒന്നും എടുത്തില്ല. പിന്നെ വൈകിട്ട് റിസപ്ഷൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വെള്ളമൊക്കെ കുടിക്കാനൊക്കെ കടയിലൊക്കെ പോയിട്ട്, ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ എൻ്റെ കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും എടുത്തില്ല. പിന്നെ വൈകിട്ട് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. കുറച്ച് ലേറ്റായി എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷൻ എത്തി. അവിടെ ഹരിയുടെ പെങ്ങൾ RLV കോളേജിലാട്ടോ പഠിക്കുന്നത്. ഡാൻസേഴ്സാണ് ഈ കുട്ടികളെല്ലാം. അപ്പോൾ കിട്ടില്ല ഡാൻസായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേറൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ചെക്ക് ചെയ്യാം കേട്ടോ. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഹരിയുടെ വീട്ടിലോട്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഹരിക്കൊരു ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാനായിട്ടായിരുന്നു പോയത്. ഇവർ വേറെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്രീദേവക്ക്. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അവൾക്ക് ക്യാമറ ഓണാക്കിയപ്പോൾ നാണം വരുന്നു. അങ്ങനെ ഫ്രെയിമൊക്കെ ഓപ്പൺ ചെയ്തു. എന്നെ ഊക്കുകയാണ്, ഇത് ഫുൾ എന്നെ ഊക്കുകയാണ്. ഇതിൻ്റെ ഓടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഫ്രെയിമാണ് ശ്രീദേവും ഫ്രണ്ട്സും ഒക്കെ കൊടുത്തത്, ഗിഫ്റ്റ് ചെയ്തത് കേട്ടോ. അതിനകത്ത് ഒരു ചെറിയ സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഇവന്മാർ ഊക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറയാണ്. അപ്പോൾ ഹരി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വരുന്നതിന് മുമ്പേ കുറേ പപ്സും അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. ഞങ്ങൾക്ക് വെള്ളമൊക്കെ തന്നു. അപ്പോൾ ഈ പപ്സ് ഒന്നും ആരും രാത്രി കഴിക്കുന്ന ഇരുന്ന് ചിപ്സ് മൊത്തം ഞങ്ങൾ ഇരുന്ന് തിന്ന് തീർത്തിട്ടത്. ഈ ഫുള്ള് തിന്നിട്ട് എൻ്റെ പേരിലാക്കുകയാണ്. ഞാനാണ് മൊത്തം കഴിച്ചത്. അപ്പോൾ ഞാൻ തെളിവിന് വീഡിയോ എടുത്ത് വെച്ചതാട്ടോ. എന്നിട്ട് ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്നപ്പോഴത്തേക്കോ ഹരി പോയി ഫുഡ് മേടിക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് കരളിരിപ്പുണ്ട്, നമുക്ക് ലിവർ ഫ്രൈ അടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും അവളും കൂടെ അടുക്കളയിലോട്ട് പോയി കേട്ടോ. അപ്പോൾ അവനും വന്നു. അങ്ങനെ ഞങ്ങൾ അടുക്കളയിൽ നിന്ന് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞു തിരിച്ച് വീണ്ടും വന്നിട്ട് ഇവിടെ ഇരിക്കാൻ എനിക്ക് പേടിയാണ്. ഉമ്മാരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ഉക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഉക്ക മീൻസ് കളിയാക്കുക. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ പറയുന്നത് അറിയില്ല. അങ്ങനെ ലാസ്റ്റ് കുറേ സമയം കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ പൊറോട്ടയും ഞാൻ ലിവർ ഫ്രൈ കഴിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് ടേസ്റ്റ് ചെയ്തില്ല. അവരൊക്കെ കഴിച്ചു. ഞാൻ ചിക്കൻ ഫ്രൈയും കൂട്ടി പൊറോട്ട അയച്ചു.
നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ കുറേ നേരം ചിരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ. ഫുഡ് കഴിക്കാൻ തന്നെ നല്ല ഡേറ്റ് ആയിരുന്നു. അപ്പോൾ വേഗം ഇറങ്ങി. എന്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ എല്ലാവരും ടാറ്റ.